ദിനു വെയിൽ ദളിത് ആക്ടിവിസ്റ്റ് കൂടി നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായം കേട്ട ശേഷം താങ്കളിലേക്ക് വരാം. ദിനു വെയിൽ, ഒരു പക്ഷേ അടൂരിൻ്റെ മുൻകാല പ്രസ്താവനകളോട് നമുക്ക് വിയോജിക്കാം. പക്ഷേ അദ്ദേഹം ഇന്നലെ നടത്തിയത് സിനിമയുടെ നല്ല അർത്ഥത്തിലാണ് എന്ന് കരുതിക്കൂടെ? അങ്ങനെ കരുതുന്നതിനപ്പുറം എന്ത് പ്രയോഗമാണ് അടൂരിൻ്റെ വാക്കുകളിൽ പിഴവായി സംഭവിച്ചിട്ടുള്ളത്? താങ്കൾ എങ്ങനെ വരും? ഞാൻ ഇന്നലെ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസംഗത്തെ പൂർണ്ണമായി കണ്ടിട്ടുണ്ടായിരുന്നു. 1-2-3 പ്രാവശ്യം ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു സമൂഹശാസ്ത്ര ഗവേഷകൻ കൂടിയാണ്. അതുകൊണ്ട് ഒരു വ്യക്തി നടത്തുന്ന പ്രസ്താവനകളെ പൂർണ്ണമായി കാണണമെന്നും അതിനെ കൃത്യമായ കോണ്ടന്റ് അനാലിസിസിന് വിധേയമാക്കണം എന്നുള്ള ഭൗതികമായിട്ടുള്ള ബോധ്യം കൂടെയുള്ള ഒരു വ്യക്തിയാണ്. ഈ പ്രസംഗത്തിനകത്ത് കേവലം ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് പരിശീലനം നടത്തണമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള പരാമർശമല്ല പ്രശ്നകരമായിട്ടുള്ളത്. കൂടുതൽ ഇതിനകത്ത് അടൂർ ഗോപാലകൃഷ്ണൻ ഈ പറയുന്ന സർക്കാരിന്റെ ഈ പദ്ധതി ഉണ്ടാക്കാനുള്ള ഇന്റൻഷൻ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞതിനെ ഞാനും പൂർണ്ണമായി സമ്മതിക്കുന്നു. പക്ഷേ അവിടെ SC/ST വിഭാഗത്തിന്റെ ഇന്റൻഷനെ കുറിച്ച് ചില കാര്യങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് SC/STക്ക് ഒരു പണമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇതുവഴി അഴിമതി ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് സർക്കാർ ഉണ്ടാക്കുന്നത് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭിന്നശേഷി വിഭാഗത്തിന് വേണ്ടി സംരംഭകത്തിന് സർക്കാർ ഒരു പദ്ധതി കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി വേദി എന്ന് പറയാണ് ഭിന്നശേഷി വിഭാഗ സംരംഭകത്തിന് കൊടുക്കുന്നത് 1.5 കോടി രൂപയാണ്, ഇതുവഴി അഴിമതി ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് സർക്കാർ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭിന്നശേഷി വിഭാഗം എന്ന് പറയുന്ന വിഭാഗം വളരെ കൃത്യമായി അഴിമതി ഉണ്ടാക്കാൻ സാധ്യതയുള്ള മനുഷ്യരാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ക്യുമുലേറ്ററി സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ വളരെ കൃത്യമായി SC/ST അട്രോസിറ്റി ആക്ടിന്റെ സെക്ഷൻ 3(1)U പറയുന്ന പോലെ തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ ഒരു ഇൽവിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള കാര്യം കൃത്യമായി അടൂർ ഗോപാലകൃഷ്ണൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഏതൊരു വിഭാഗത്തിനും കൊടുക്കുന്ന ഫണ്ട് അഴിമതി ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഒരു ഡാറ്റയുടെയും പിൻബലമില്ലാതെ ഈ വിഭാഗത്തിൽ അപേക്ഷിച്ച ഒരാളും അഴിമതി ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇത് അഴിമതി ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് SC/STക്ക് പണം കൊടുക്കുന്നത് എന്ന് പറയുന്നത് കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് അദ്ദേഹം അതിൽ സൂചിപ്പിച്ചിട്ടുള്ളതിന്റെ പ്രശ്നകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പണം എടുത്തു തരും, അത് എടുത്തു കൊണ്ടുപോയി പണം എടുക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. അവരെ പറഞ്ഞു മനസ്സിലാക്കണം ഇത് പബ്ലിക് ഫണ്ടാണെന്ന്, ജനങ്ങളിൽ നിന്ന് കരം പിടിച്ച പണമാണ് ചിലവാക്കുന്നത് എന്ന് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അതായത് കാലാകാലങ്ങളായി SC/ST വിഭാഗങ്ങൾക്ക് നേരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റകരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ വിഭാഗങ്ങൾ കിട്ടുന്ന പണം കൊണ്ടുപോയി ചിലവാക്കുകയാണ്, ഈ വിഭാഗങ്ങൾ കള്ളന്മാരാണ് എന്നുള്ള ക്രിമിനൽ റൈറ്റ്സ് ആക്ട് അടക്കം പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പോയിന്റ് കൂടി ഇവിടെ ഉണ്ട്. നോക്കൂ, ഞങ്ങൾ പണം എടുത്ത് ഓടുകയാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാരുടെ മൊറാലിറ്റിയെ, അവരുടെ ഹോണസ്റ്റിയെ ഒക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഞങ്ങളെ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? സർക്കാർ ഫണ്ടുകൾ ഉപയോഗിക്കാൻ വേണ്ടി ബോധമില്ലാത്ത പൊതുവിഭാഗങ്ങൾ ഉപയോഗിക്കാൻ ബോധമില്ലാത്ത മനുഷ്യരാണോ SC/ST വിഭാഗത്തിലെ മനുഷ്യർ? ഈ വിഭാഗത്തിന്റെ ചരിത്രം എന്താണ്? കാലാകാലങ്ങളായി സർക്കാരിന്റെ പൊതുസമ്പത്തുകൾ കാലാകാലങ്ങളായി ഈ നാട്ടിലെ മറ്റെല്ലാ സമുദായത്തിനും വേണ്ട തരം കൂടി അധ്വാനിച്ചു കൊടുത്ത ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള കമ്മ്യൂണിറ്റീസാണ് ഈ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം, ആ വ്യക്തിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ സർക്കാർ ഫണ്ടുകൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അത് എടുത്തുകൊണ്ട് പോകരുത്, തരം പിടിച്ച പണമാണെന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒരു അഴിമതി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന് പറയാം. അതെല്ലാം അദ്ദേഹത്തിന് ആൾക്കാർക്ക് ഓർമ്മമാണ്. പക്ഷെ ഒരു സമുദായത്തെ ബ്ലാങ്കറ്റ് ആയിട്ട് ഈ പറയുന്ന റിമാർക്സ് എന്ന് പറയുന്നത് SC/ST അട്രോസിറ്റി ആക്ടിന്റെ 3(1)U-ഉം 3(1)R പ്രകാരവും കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. താങ്കൾ ഇതിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പം മ്യൂസിക് സ്റ്റേഷനിൽ അല്ലേ? അതെ, സംസ്ഥാന SC/ST കമ്മീഷനും അതുപോലെ തന്നെ സമാനമായിക്കൊണ്ട് മ്യൂസിയം, തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരാതി നൽകി. ശരി, അഭിലാഷ്, VC അഭിലാഷ് കൂടിയുണ്ട്. താങ്കളൊന്ന് തുടരണം. ദിനു, VC അഭിലാഷ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് വളരെ ഇഷ്ടവും ബഹുമാനവും ഉള്ള ഒരാളാണ് ദിനു. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന്റെ അറിവിലേക്കായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഷെഡ്യൂൾ കാസ്റ്റ് അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ ദളിത് സമുദായത്തിൽപ്പെട്ടോ ആയിട്ടുള്ള ആളുകൾക്ക് സിനിമ എടുക്കാനും സ്ത്രീകൾക്ക് സിനിമ എടുക്കാനും കൊടുക്കുന്ന അതിനെപ്പറ്റി പറഞ്ഞതിൽ അഴിമതിയെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഇത് അടൂർ പറഞ്ഞതിന് അതിനൊരു സമപ്പെട്ടുകൊണ്ട് ഇന്ദു എന്ന സംവിധായിക ഇത്തരത്തിൽ സിനിമ എടുത്ത ഫണ്ട് കിട്ടിയ ഇന്ദു ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു.
അതായത് അടൂര് പറഞ്ഞത് ഈ SC/ST ജീവനക്കാർ അല്ലെ SC/STയിൽപ്പെട്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ വനിതകൾക്കോ നേരിട്ട് സർക്കാർ പണം കൊടുത്താലാണല്ലോ ഇത് അഴിമതിയാവുന്നത്, അവര് ചെയ്യുന്ന അഴിമതിയാവുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് സർക്കാരാണ് ഇതിന്റെ ഫണ്ടിങ്ങും മറ്റൊക്കെ ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരാണ്, അവരാണ് ചെയ്യുന്നത്. ക്യാഷ് മുഴുവൻ 1.5 കോടി രൂപ കൊടുത്തിട്ട് ഈ ഫിലിം മേക്കേഴ്സിന് നേരിട്ട് കൊടുത്ത് അവര് പിന്നെ അഴിമതി കാണിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അടൂരിനും അറിയാത്ത കാര്യമല്ലല്ലോ. അങ്ങനെയല്ലത്. അത് കൃത്യമായും ഫണ്ട് എത്തുന്നതിൽ, ഈ ഫിലിം മേക്കേഴ്സിന്റെ കയ്യിൽ ക്യാഷ് എത്തുന്നതിൽ ഉൾപ്പെടെ അഴിമതി അതായത് സർക്കാരിന്റെ മറ്റെല്ലാ ഏതെങ്കിലും പ്രോജക്ട് പോലെ ഇതും ഒരു അഴിമതിക്കിട വെക്കുന്നു എന്നതാണോ അദ്ദേഹം ചൂണ്ടിക്കാട്ടി? ബ്യൂറോക്രാറ്റിന്റെ പറഞ്ഞു. എനിക്ക് താങ്കൾ പറഞ്ഞത് മനസ്സിലാവുന്നു. അങ്ങനെയാണെങ്കിൽ അടൂർ പറയേണ്ടിയിരുന്നത് ഉദ്യോഗസ്ഥർ ഇത്തരം പണം ഉപയോഗിക്കുന്നതിനകത്ത് ജാഗ്രത പാലിക്കണമെന്നാണ്. അടൂർ എന്താണ് പറഞ്ഞത്? SC/ST വിഭാഗത്തിലുള്ള അപ്ലിക്കൻസ് ആയിട്ടുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് പൊതു ഫണ്ടാണെന്നാണ് പറഞ്ഞത്. ഉദ്യോഗസ്ഥരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നല്ല. ഇതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ വളരെ ക്ലിയർ അല്ലേ? ഇതിലെന്താണ് നമുക്കിപ്പോ നിഷ്കളങ്കത ഭാവിക്കാനുള്ളത്? അങ്ങനെയല്ല. പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോളൂ. അഭിലാഷ് പറഞ്ഞോളൂ. നിങ്ങൾ രണ്ടുപേരും ഇത് കേട്ടവരാണ് പൂർണ്ണമായി. അതായത് അടൂര് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് ഇടയ്ക്ക് അടൂരിങ്ങനെ ഷെഡ്യൂൾ കാസ്റ്റിൽ പിന്നെ അവർക്ക് ഇത് കൊടുക്കുന്നുണ്ട് എന്ന് അടൂര് പറയുന്ന ആ ഘട്ടത്തിൽ തന്നെ പ്രസംഗം മുറിയുന്നുണ്ട്. പ്രസംഗം മുറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ ഒരു കണ്ടിന്യൂറ്റിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ, അത് അദ്ദേഹത്തിന് തുടർച്ച അദ്ദേഹത്തിന് സാധ്യമായിരുന്നുവെങ്കിൽ ഈ സംശയങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഈ പണം എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാറുകളുടെ ആളുകളെ വെച്ചുകൊണ്ട് പണം എടുക്കാനുള്ള പണമല്ല ഇത്. ഇത് ഞാൻ ആദ്യം തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നതാണ്. ഇത് അഴിമതിക്ക് കാരണമാകും എന്നാണ്. അത് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ അദ്ദേഹം കേന്ദ്രീകരിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ബ്യൂറോക്രാറ്റ് തലത്തിൽ അതിന് സ്വാഭാവികമായ ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ രീതി അനുസരിച്ചുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. എനിക്ക് ദിനുവിനോട് പറയാനുള്ളൊരു കാര്യം, ദിനു പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്കൊപ്പം പലപ്പോഴും പ്രതികരിക്കുകയും അതിന്റെ തിക്തഫലങ്ങൾ ഒരുപാട് അനുഭവിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അത് എന്റെ മുൻകാല നിലപാടുകൾ കണ്ടാൽ അങ്ങേക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഈ അടൂരിനെതിരെ ഇതേ കാര്യത്തിൽ കെയർനാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുൻനിരയിൽ നിന്ന് പോരാടുകയും ആ കുട്ടികൾക്കൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അടൂരിന് വരേണ്യ മനോഭാവമുണ്ട് എന്ന് തന്നെയാണ്. അതും എനിക്കതിനകത്തും ആ ചിന്തയിലും മാറ്റമില്ല. പക്ഷെ ഇന്നലത്തെ പ്രഭാഷണത്തെ മാത്രമാണ് ഞാൻ പറഞ്ഞത് അതിനെ വളച്ചൊടിക്കുന്നത് വഴി ഉണ്ടായ ഒരു നഷ്ടം, അതൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ എനിക്കുണ്ടായൊരു വലിയ നഷ്ടമാണ്. അതെന്തുകൊണ്ടാണ്? ഈ കോൺക്ലേവ് ഒരു വലിയ വിജയമായിരുന്നു. ഒരു നല്ല രീതിയിൽ ഇന്ന് വരെ കേരളത്തിലെ ഫിലിം മേക്കേഴ്സിന് കിട്ടാത്തൊരു അവസരങ്ങളായിരുന്നു. അത് ഉണ്ടായതിനെ പറ്റിയുള്ള വലിയ വാർത്തകൾ പിറ്റേ ദിവസം ആളുകൾക്കിടയിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് ഈ ഒരു വാർത്തയെ നമ്മൾ കേട്ടതിനെ തൊട്ടടുത്ത നിമിഷം തന്നെ വളച്ചൊടിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഒരു മുൻകാല മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്ന എനിക്ക് ഷോക്ക് അടിച്ചതുപോലെ ഒരു അനുഭവമാണ് ഉണ്ടായത്. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? നൈതികമായി പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതും സംശയദൃഷ്ടിയിലേക്ക് ആളുകൾ കാണും. അതിന്റെ ഒരു അവസ്ഥയുണ്ട്. അങ്ങേ പിന്നെ നിയമപരമായി അടൂരിനെതിരെ പോകുന്നതിനെ കുറിച്ചൊന്നും എനിക്കതിനെക്കുറിച്ച് അങ്ങേ എതിർക്കാനോ ഒന്നും എനിക്ക് അവകാശമില്ല. പക്ഷേ അങ്ങനെയെങ്കിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ഒരു മാധ്യമ പ്രവർത്തനം ചെയ്യുന്നതിനെതിരെ നമുക്ക് നിയമപരമായി മുന്നോട്ട് പോവേണ്ടതല്ലേ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ദിനു, ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ രണ്ടുപേരും അടൂരിൻ്റെ പ്രസംഗം, അവിടുത്തെ ആ സംസാരം പൂർണ്ണമായി കേട്ടതാണ്. അവിടെ ഇടയ്ക്ക് ഇത് ബ്രേക്ക് ചെയ്യുന്നു, ഇടയ്ക്കുള്ള ഇടപെടലുകൾ, പ്രതിഷേധം, അങ്ങനെ പല രീതി ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ടോണ്, സാഹചര്യങ്ങൾ, അത് നേരിട്ട് കേൾക്കാത്ത വ്യക്തി എന്ന രീതിയിൽ എനിക്കതിൻ്റെ ഇതറിയില്ല. പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായം എന്ന സാഹചര്യം വരുമ്പോൾ, ദിനു, ഇതിൽ അടൂരിൻ്റെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മുൻകാല ചില നിലപാടുകളുമായി കൂട്ടി വായിക്കപ്പെടുമ്പോഴാണോ യഥാർത്ഥത്തിൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടുതലും ചർച്ച ചെയ്യപ്പെടാവുന്നതിന് കാരണം? അതിനപ്പുറം അദ്ദേഹം ഒരു നല്ല ഉദ്ദേശത്തിൽ തന്നെയാണോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രയോഗിച്ചത്?